ഇടുക്കി നെടുങ്കണ്ടം ഇരട്ടക്കൊലക്കേസിലെ പ്രതി സജിയുടെ ജീവിതം അടിമുടി ദുരൂഹതകൾ നിറഞ്ഞതാണ്. അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായതോടെയാണ് പോലീസിന് ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ ലഭിച്ചത്. 8 വർഷം മുൻപ് പിതാവ് മാത്യുവിനെ കാണാതായ കേസിന് പിന്നിൽ സജിക്ക് പങ്കുണ്ടോ? ബന്ധുവായ 2 യുവതികളെ ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുകളും പുറത്തുവരികയാണ്. ഈ കേസുകളിൽ സത്യം പുറത്തു കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് പോലീസ്. അതിനായി സജിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുകയാണ്. നെടുങ്കണ്ടം പച്ചടി സ്വദേശിനി മേരിക്കുട്ടിയെയും മൂത്ത മകൻ റെജിയെയും കൊന്ന കേസിൽ ഇളയ മകൻ സജിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയാണ്. ഇരട്ടക്കൊലപാതകത്തിന് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നാണ് പ്രധാന ചോദ്യം. മൃതദേഹങ്ങൾ കുഴിച്ചിടാൻ ഉപയോഗിച്ച മൺവെട്ടിയും സജിയുടെ മൊബൈൽ ഫോണും കണ്ടെത്താനുണ്ട്. ഒളിവിൽ കഴിഞ്ഞ സമയത്ത് മലമുകളിൽ ഫോൺ ഉപേക്ഷിച്ചെന്നാണ് സജി പോലീസിനോട് പറഞ്ഞത്. ഇത് കണ്ടെത്താൻ സജിയുമായി സ്ഥലത്ത് തെരച്ചിൽ നടത്തും. ഇരട്ടക്കൊലപാതകമല്ലാതെ മറ്റെന്തൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്താനാണ് പോലീസ് നീക്കം. 2018-ൽ സജിയുടെ അച്ഛൻ മാത്യുവിനെ കാണാതായിരുന്നു. ഇതിനു പിന്നിൽ സജിക്ക് പങ്കുണ്ടെന്ന സംശയം ഉയർന്നിട്ടുണ്ട്. അന്ന് നടത്തിയ അന്വേഷണത്തിൽ മാത്യു നെടുങ്കണ്ടത്തു നിന്നും ബസ്സിൽ കയറിപ്പോകുന്നത് കണ്ടതായി പോലീസിന് വിവരം ലഭിച്ചു. എന്നാൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിന് തുമ്പൊന്നും ലഭിച്ചില്ല. ഇതോടെ തൃപ്തികരമായ വിവരങ്ങൾ ലഭിച്ചാൽ അന്വേഷണം തുടരാമെന്ന് രേഖപ്പെടുത്തി ഫയൽ മാറ്റിവെച്ചു. ഇതോടൊപ്പം അടുത്ത ബന്ധുക്കളായ 2 പേരെ സജി ബലാത്സംഗം ചെയ്തതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതും അന്വേഷണ വിധേയമാക്കും. ഇതിനായി ആദ്യഘട്ടത്തിൽ വിവരങ്ങൾ ശേഖരിക്കും. പിന്നീട് ആവശ്യമായ വിവരങ്ങൾ ശേഖരിച്ച ശേഷം പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്യും. അതിനുശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അമ്മയും സഹോദരനെയും കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി മേരിക്കുട്ടിയുടെ മകൾ സിനി നൽകിയ പരാതിയിലാണ് നെടുങ്കണ്ടം പോലീസ് അന്വേഷണം തുടങ്ങിയത്. തുടർന്ന് പച്ചടിയിലുള്ള വീട്ടിൽ പോലീസ് പരിശോധനയ്ക്കെത്തിയപ്പോൾ മകൻ സജി രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ വീടിന് സമീപത്ത് മണ്ണിളകി കിടന്ന ഭാഗം സംശയം തോന്നി കുഴിച്ചു നോക്കിയപ്പോഴാണ് മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയത്. ന്യൂസ് 18 ഇടുക്കി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.